പ്രിയപ്പെട്ട നാട്ടുകാർ, പ്രവാചക പ്രകീർത്തനം കൊണ്ട് നിറഞ്ഞാടുന്ന ഈ മഹനീയ സദസ്സിലേക്ക് മദീനയിൽ നിന്നും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള പ്രകൃതിപരമായി വളരെ മനോഹരമായി അള്ളാഹു സംവിധാനിച്ചു വെച്ച നാടാണ് ഖൈബർ ഭൂമി. വിശാലമായ ആ ചരിത്ര ഭൂമിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. സഹൃദരെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഖൈബറിലെ പുലിക്കുട്ടി. ഈത്തമരം വാഴും നാടാണ്, കാരക്ക കായ്ക്കുന്ന നാടാണ്, ഗോതമ്പ് വയലിൻ സുവനം തൻ മധുവേറും ഖൈബർ നാടാണ്. രാജൻ മുറൈഹിബ് വാണിടും നാൾ, രാജമനീതിയിൽ മുങ്ങിടും നാൾ, മാന്യതമിൽ മഹമൂദവരിൽ എതിരായി നീങ്ങി പടയൊരു നാൾ. ഈത്തമരം വാഴും നാടാണ്, കാരക്ക കായ്ക്കുന്ന നാടാണ്, ഗോതമ്പ് വയലിൻ സുവനം തൻ മധുവേറും ഖൈബർ നാടാണ്. സമ്പൽ സമൃദ്ധമായ ഈത്തപ്പഴത്തോട്ടത്താൽ അനുഗ്രഹീതമായ ഖൈബർ നാട്ടിൽ ധിക്കാരികളായ തെമ്മാടികളായ ജൂത പടയാളികളാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ രാജാവാകട്ടെ ഏറ്റവും വലിയ ധിക്കാരിയായ മുറഹിബ് രാജാവ്. ബദ്രും മുഹുദും ഖന്തകും പിടിച്ചെടുത്ത ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അതിജീവിച്ച മദീനയാണ് മുറഹിബ് രാജാവിന്റെ എക്കാലത്തെ പേടി സ്വപ്നം. ആ മദീനയെ തകർത്ത് തരിപ്പണമാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമായിരുന്നു മുറഹിബ് രാജാവിൻ്റെത്. എന്നാൽ ഇതെങ്ങനെ സാധ്യമാകും? അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് തന്റെ മന്ത്രിമാരൊക്കെ വിളിച്ചു ചേർത്ത് ഇക്കാര്യം മന്ത്രിസഭയിൽ ആരാഞ്ഞു. ഉടനെ സർവ്വസേനാധിപനായ മുറത്തും നിർവാൻ എണീറ്റ് പറഞ്ഞു, രാജാവേ, വെറും ശക്തി കൊണ്ട് മാത്രം മദീനയെ നേടാൻ നമുക്ക് സാധിക്കില്ല. പകരം ബുദ്ധിപൂർവം വേണം നമ്മുടെ നീക്കം. മദീനയെ തകർക്കണമെങ്കിൽ ആദ്യം എടുക്കേണ്ടത് മദീനയുടെ നായകനായ മുഹമ്മദ് നബിയും അലിയാരുടെയും തലയാണ്. അതിനായി നാം നമ്മിൽ നിന്നും ഒരാളെ മുസ്ലിം വേഷധാരിയായി മദീനയിലേക്ക് അയക്കണം. അതിനൊക്കെ പറ്റിയാൽ നമുക്കിടയിൽ ഉണ്ട് മുറേ. ഉണ്ട് രാജാവേ, അങ്ങനെ ഉണ്ട്. ആരാണ് മുറേ അത്? രാജാവേ, ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മദീനയെ നേരിടാൻ ഇന്ന് ഒരേ ഒരാളെ ഖൈബർ പടയിലുള്ളൂ. അത് മറ്റാരുമല്ല, നമ്മുടെ ഉപസൈന്യാധിപനായ ഹജ്ജാജ് ഇബ്നു മുൻദിർ. അത് ഹജ്ജാജല്ലോ, ഖൈബർ പോരാളിയ മുൻസിറിൻ മകനല്ലോ. ചൊല്ലാം ചൊല്ലാം അത് ഹജ്ജാജല്ലോ, ഖൈബർ പോരാളിയ മുൻസിറിൻ മകനല്ലോ. ഹജ്ജാജിനൊപ്പം നിൽക്കാൻ പകരക്കാരില്ല, അറിയണം യോദ്ധാവിന്റെ ശക്തി ചെറുതല്ല. കേൾക്കണേ ഓർക്കണേ ഹജ്ജാജിൻ പൊലിമ, കേൾക്കണേ ഓർക്കണേ ഹജ്ജാജിൻ പൊലിമ. ചൊല്ലാം ചൊല്ലാം അത് ഹജ്ജാജല്ലോ, ഖൈബർ പോരാളിയ മുൻസിറിൻ മകനല്ലോ. ഹജ്ജാജിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ സമയം ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, അതെന്ത് ചോദ്യം മുറേ, ഹജ്ജാജ് അല്ലാതെ മറ്റാര്? ജനമനുസരിഞ്ഞ മഹാരാജാവ് ഹജ്ജാജിനെ വിളിച്ചു ചോദിച്ചു, നീ തയ്യാറാണോ ഹജ്ജാജ്? ഞാനൊന്ന് ഒരുങ്ങട്ടെ രാജാവേ എന്ന് പറഞ്ഞ ഹജ്ജാജ് വീട്ടിലേക്ക് മടങ്ങി. ശേഷം തന്റെ തന്ത്രവും കുതന്ത്രവും മെനഞ്ഞ് 18 തവണ വിഷം പുരട്ടിയ ഇരുതല മൂർച്ചയുള്ള കൊമ്പ് വളഞ്ഞ വലിച്ചാൽ കുട്ടൽമാല പുറത്തു വരുന്ന കഡാരൂറയിൽ ഒളിപ്പിച്ചാണ് ഹജ്ജാജിന്റെ പ്രയാണം. രാജ്യത്തിന്റെ പ്രതീക്ഷയായി ഖൈബറിന്റെ ദൗത്യമേറി തന്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി വിരിഞ്ഞു കൽവിലായിരം കിനാക്കൾ പൂത്തു, ഭൂതികളൊക്കെയും മനസ്സകത്തിലിട്ട് വെച്ചു, വേഗത്തിലോടും ഇറുസിന്റെ മേലിരുന്നുറച്ചു, നേരിടാനുള്ള കാര്യമൊക്കെയും ശരിക്കുതിച്ചു. ആനന്ദത്താലെ ഹജ്ജാജ് പോകുന്നേ, ആരംഭ നബിയെയും വധിച്ചിടാനേ, അലിപുലി കൂടെ തലയറിയാനേ, അവനുടെ ഉള്ളം പിടപിടപ്പാനേ, അഹമ്മദ് കേറിട്ടവർ വരവാനേ, അലിപുലി കൂടെ തലയറിയാനേ, അവനുടെ ഉള്ളം പിടപിടപ്പാനേ, അഹമ്മദ് കേറിട്ടവർ വരവാനേ. ആനന്ദത്താലെ ഹജ്ജാജ് പോകുന്നേ, ആരംഭ നബിയെയും വധിച്ചിടാനേ. ഒരുപാട് പ്രതീക്ഷകളുമായി മദീന പട്ടണത്തിലേക്ക് തന്റെ വേഗതയുള്ള കുതിരപ്പുറത്ത് ഹജ്ജാജിന് മുൻപിൽ യാത്ര തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കുതിര അതിവേഗമോടി. ദീർഘമായ യാത്രക്കൊടുവിൽ ഹജ്ജാജ് എത്തി വിശുദ്ധമായ മസ്ജിദ് നബിയുടെ മുന്നിൽ. കുതിരയെ ഒരു ഈത്തമരത്തിൽ കെട്ടി ഹജ്ജാജ് നേരെ പള്ളിയിലേക്ക്. മസ്ജിദ് നബിയുടെ പ്രധാന കവാടത്തിലൂടെ ഇല്ല ഹദ്റത്ത് റസൂലില്ല. കവാടത്തിന്റെ കാവൽക്കാരിൽ നിന്നും ഹജ്ജാജിനെ പറ്റി മനസ്സിലാക്കിയ റസൂലുള്ള. എന്നാലും അള്ളാന്റെ റസൂൽ കുറച്ച് ചോദ്യങ്ങൾ തുടങ്ങി.
ഹജ്ജാജ് എന്നാണല്ലേ പേര്? അതെ, ഹജ്ജാജ് ഖൈബറിൽ നിന്നാണല്ലേ വരുന്നത്? അതെ, ജൂതനാണല്ലേ? ജൂതനാണ്. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു. നാം യാ റസൂലല്ലാഹ് ഇസ്ലാം സ്വീകരിക്കാനാണ് വന്നത്. ഉടനടി നബിയോട് വീണ്ടും ചോദ്യം, ഇസ്ലാം മതം സ്വീകരിക്കാൻ ഹജ്ജാജിന് തോന്നാൻ എന്താണ് കാരണം? ഇസ്ലാമിനെ പറ്റി ഏത് വേദങ്ങളിൽ നിന്നാണ് ഹജ്ജാജ് മനസ്സിലാക്കിയത്? ജനിച്ചിട്ട് ഇന്ന് വരെ തൗറാത്തോ ഇഞ്ചീലോ സബൂറോ വിശുദ്ധ ഖുർആനോ കാണാതെ ഹജ്ജാജ് ഒന്ന് വിറച്ചു കൂട്ടരെ. ഉടനെ മറുഭാഗത്ത് റസൂലുള്ളാഹി വിറച്ചു കുളിച്ചു. ഹജ്ജാശേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ? ഹജ്ജാശേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ? കൽബുള്ളിൽ ഒളിപ്പിച്ച് വെച്ചുള്ള കാര്യവും ഹൈറായ തമ്പുരാൻ അറിയിച്ചിടും. കൽബുള്ളിൽ ഒളിപ്പിച്ച് വെച്ചുള്ള കാര്യവും ഹൈറായ തമ്പുരാൻ അറിയിച്ചിടും. ആ ഹജ്ജാശേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ? ഹജ്ജാശേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ? ഹജ്ജാജ്, നീ ദീൻ വിശ്വസിക്കാൻ വന്നതല്ലേ? നാം യാ റസൂലല്ലാഹ് ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഉറപ്പാണോ? അതെ നബിയെ. അങ്ങനെ ദീൻ വിശ്വസിക്കാനാണ് എന്നെ ഹജ്ജാജ് 18 തവണ വിഷത്താലെ ഊട്ടിയ പതിവിൽ കവിഞ്ഞേറെ മൂർച്ചയുമേറിയ കഠിന കടോര കടാരയുമേന്തിയ ഹജ്ജാശേ നിന്നുള്ളം വഞ്ചനയേറിയതല്ലേ? ചൊല്ലൂ എല്ലാം കളവല്ലേ? നീ എന്തിനാണ് വന്നതിന്ന്? ഹജ്ജാശേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ? ഹജ്ജാശേ നീ എന്തിനാ കള്ളം പറഞ്ഞെന്തിനാ? ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നത് ആത്മാർത്ഥമുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഹജ്ജാശേ 18 തവണ വിഷം പുരട്ടിയവാൾ ഉറയിൽ ഒളിപ്പിച്ചു വന്നത്? തന്റെ പ്രാണസഖിയോടോ ഖൈബർ രാജ്യത്തോട് പറയാതെ ഉണ്ടാക്കിയ ആ വാളിനെ കുറിച്ച് റസൂലുള്ളാഹി എങ്ങനെ അറിഞ്ഞെന്ന് ആശ്ചര്യപ്പെട്ടു പോയ ഹജ്ജാജ് ഉറയിൽ നിന്നും ആ വാളെടുത്ത് നേരെ ഇലാ ഹദ്റത്ത് റസൂലില്ലാഹ്. ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഹജ്ജാജ് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകൻ താങ്കൾ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പുണ്യ റസൂൽ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഇരേഴ് ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്, നേരായ ദീനിൽ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. അതെ, പുണ്യ നബിയുടെ ആ ഷറഫാക്കട്ടെ തിരുസദിൽ വെച്ച് ഹജ്ജാജ് ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഖൈബറിൽ ഇസ്ലാം പ്രബോധനം നടത്താൻ യുദ്ധം അനിവാര്യമായ കാലഘട്ടം. ഹജ്ജാജിൽ നിന്നും ഖൈബറിന്റെ ശക്തി മനസ്സിലാക്കിയ റസൂലുള്ളാഹി ഹജ്ജാജിനെ വിളിച്ച് ചോദിച്ചു, പറഞ്ഞു, ഹജ്ജാജ്, ഈ മദീനയുടെ സർവ്വസൈന്യാധിപൻ ഞാനാണ്. എന്റെ ഉപസൈന്യാധിപന്മാരിൽ ഒരാളെ ഞാൻ നിങ്ങളെ നോക്കിക്കട്ടെ. ഹജ്ജാജ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് നന്ദി. കൊല്ലാൻ വേണ്ടി മനുഷ്യനെ ഉപസൈന്യാധിപ സ്ഥാനത്തിരുത്തിയിട്ട് അല്ലാഹു റസൂൽ പറയാണ്, ഞാനൊരു പട്ടാളത്തെ ഖൈബറിൽ അയക്കാൻ തീരുമാനിക്കുകയാണ്, താങ്കൾ ഉണ്ടാകും എന്റെ കൂടെ. ഹജ്ജാജ് പറഞ്ഞു, ഉറപ്പ് യാ റസൂലല്ലാഹ്, മദീന പട്ടാളത്തോടൊപ്പം മരണം വരെ പുലർത്താൻ ഈ ഹജ്ജാജ് ഉണ്ട്. അതേ പ്രിയരെ, മദീനത്ത് യുദ്ധസംഘത്തിന്റെ കാഹളി വിളിക്കുമ്പോൾ, സന്തോഷം ആലയടിക്കുമ്പോൾ സ്വഹാബികൾ ഒരുമിച്ച് ഇറങ്ങി നബിയോരെ മൊഴി കേട്ട് തിടുക്കത്തിൽ ഒരുങ്ങി. നബിയോരും സ്വഹാബോരും പടവാളും പിടിച്ച് വിരിമാറും ഹുങ്കും കൊട്ടി പരുതുവാനുറച്ച് ഒരു നല്ല ദീനിന്റെ വിജയത്തിനായി ഒരുങ്ങുന്നു തിരുദൂതർ ഈ മണ്ണിലായി. അത് അന്നൊരു നാളിൽ അവിടത്തെ തിരുദൂതരിൽ നിന്നൊരു പൂപൂത്ത് ആ അസുലഭ സുരവില നേർവൃതിയിൽ രാജ്യം മദീനയിൽ ആനന്ദം. എന്തൊരാവേശം, എന്തൊരാഹ്ലാദം, ഖൈബർ പിടിക്കുവാൻ രോമാഞ്ചം. എന്തൊരാവേശം, എന്തൊരാഹ്ലാദം, ഖൈബർ പിടിക്കുവാൻ രോമാഞ്ചം. അതെ,
മദീനയിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ 2 തലകൾ കിട്ടുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മുറഹിബ് രാജാവ് കേൾക്കുന്നത് സർവ്വപടയുമൊരുക്കി മുസ്ലിം സൈന്യം ഖൈബറിലെത്തുന്ന വാർത്തയാണ്. അങ്ങനെ ഖൈബറിന്റെ പ്രകൃതി ആകെ മാറുകയാണ്. യുദ്ധം കൊട്ടിമ്പിരിക്കൊള്ളാനുള്ള എല്ലാ സാധ്യതയും. ഖൈബർ കൊട്ടാരത്തെ പറ്റിയായിരുന്ന ഹജ്ജാജ് കോട്ടയുടെ പിൻഭാഗത്തകത്ത് ആക്രമിക്കാനായി ഒരു സംഘവുമായി മുന്നോട്ട്. എന്നാൽ ഹജ്ജാജ് സംഘവും കോട്ടയുടെ പിറകിലേക്ക് പോകുന്നത് മേൽഭാഗത്ത് ദൂരത്തുള്ള കണ്ട ശത്രുസൈന്യം മുകളിൽ നിന്ന് അവർക്ക് നേരെ തുരുതുരാ ഹസ്ത്രങ്ങൾ അയച്ചു. ഇത് നേരിടാൻ നിന്ന ഹജ്ജാജിന്റെ നെഞ്ചിലേക്ക് ഹസ്ത്രങ്ങൾ തുളച്ചു കയറി. വേദന കൊണ്ട് പൊളുന്ന ഹജ്ജാജ് ഷഹീദായി ലോകത്തോട് എറിഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശത്രുസൈന്യം കോട്ടക്കകത്ത് തന്നെ നിലകൊള്ളുകയാണ്. അവർ എങ്ങനെങ്കിലും പുറത്തിറക്കാനുള്ള തന്ത്രപ്പാടിലാണ് മുസ്ലിം സൈന്യം. എന്നാൽ ഇതെങ്ങനെ സാധ്യമാകും? വിശന്നൊട്ടിയ വേറുമായി യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സഹാബത്തിന് നേരെ അല്ലാഹു റസൂലിന്റെ കൽപ്പന, കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഈത്തപ്പന മരങ്ങൾ മുറിച്ചു മാറ്റുക. തിരുദൂതന്റെ കൽപ്പന കേട്ട അനുയായികൾ മരം വെട്ടിമുറിക്കാൻ തുടങ്ങി. ഇത് കണ്ട ശത്രുസൈന്യം അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു പോകുന്ന മാർഗത്താൽ കോട്ടക്കാരിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും നേതൃത്വത്തിൽ 1,00,000-ഓളം വരുന്ന ജൂതപടയോട് കേവലം 12,000 വരുന്ന ഇസ്ലാമിക സൈന്യം നാളുകൾ നീണ്ട പോരാട്ടം കഴിച്ചെങ്കിലും യുദ്ധം ജയിക്കാനായില്ല. അങ്ങനെ അവസാനം അന്ന് രാത്രി അല്ലാഹു റസൂൽ സഹാബത്തെ വിളിച്ചു പറഞ്ഞു, സഹാബ, നമ്മുടെ ഭക്ഷണപാനീയങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാളെ യുദ്ധം ജയിച്ചേ മതിയാവൂ. നാളെ ഞാൻ യുദ്ധത്തിന്റെ പതാക ഏൽപ്പിക്കുന്നത് അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും തിരിച്ചിഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ കയ്യിലാണ്. പ്രിയമുള്ളവരെ, ചരിത്ര താളുകളിൽ കാണാം 10 വർഷത്തോളം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നേതാവായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ജീവിതത്തിൽ ഒരൊറ്റ ദിവസമാണ് നേതാവാകണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്, അത് ഖൈബർ ദിനമാണ്. കാരണം എന്തേ? റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞ കാര്യം താനാവാൻ വേണ്ടിയാണ്. പക്ഷേ സംഭവിച്ചതോ മറ്റൊന്നാണ്. ഖൈബറിൽ വിജയപൊടി മാറിക്കാൻ അല്ലാഹു റസൂൽ നായകത്വം നൽകിയത് ദുൽഖുദറിന്റെ പടയാളി, ദുൽഫഖറിന്റെ പോരാളി, ഹൈദറിലെ പുലിക്കുട്ടി എന്നറിയപ്പെടുന്ന അലി ഇബ്നു അബി താലിബിനാണ്. ശേഷം മലയാറൊന്ന് ഒരുങ്ങി കൂട്ടരെ, ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു യോദ്ധാവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു യോദ്ധാവില്ല. ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിലും ഒരു ഇതിഹാസത്തിലും ഒരു പുരാണങ്ങളിലും ഇങ്ങനെ ഒരു നേതാവ് നിങ്ങൾ കാണാൻ കഴിയില്ല. ശേഷം യുദ്ധത്തിന് പടങ്ങിയടിഞ്ഞ് ഖൈബർ 2 ഭൂമിയിലേക്ക് അലിയാർ അരയിലായി ഉറയിലായി ദുൽഫുഖറിൻ സൈഫുമായി ഒരുക്കമായി തിടുക്കമായി ദുൽദുൽ കുതിര തന്നിലായി തുടിതുടിക്കും പിടപിടക്കും പടപൊരുതാൻ ദിമിതിമാ തടിമിടുക്കും ചുറുചുറുക്കും ഹൈദറിന്റെ സരിഗമാ തുടിതുടിക്കും പിടപിടക്കും പടപൊരുതാൻ ദിമിതിമാ തടിമിടുക്കും ചുറുചുറുക്കും ഹൈദറിന്റെ സരിഗമാ കരളറയിൽ ദാഹമാ കുളിര് കോരും മോഹമാ കനവിലേറും സുദിനമാ ഖൈബറിന്റെ വിജയമാ അബിയലേ 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 ലിബാസിദ് ചമയണേ ചമയണേ അലിപുലീദ ചമയണേ പതാകമേന്തി കുതിരപ്പുറത്ത് കയറി ദുൽദുൽ എന്ന വിഷയവിഖ്യാത കുതിര പാഞ്ഞു വരുന്നു ഖൈബർ കോട്ടയുടെ അടുത്തേക്ക്. പതാക മണ്ണിൽ കുത്തിയിരുത്തി ആലിയാർ യുദ്ധത്തിന് ഇറങ്ങി. ഇറങ്ങി വാടാ. എന്നാൽ മുറഹിബ് അലിയാരെ തറപറ്റിക്കാൻ പറഞ്ഞയച്ചത് മുറത്ത് മാർവാനാണ്. മുറത്തെ കണ്ടവരായ പറഞ്ഞു, മുറത്ത്, നിന്നല്ല എനിക്ക് വേണ്ടത്, നിന്റെ നേതാവിന്റെ തലയാണ്. അലിയാരെ നിങ്ങളെ തറപറ്റിക്കാൻ ഞാൻ തന്നെ ധാരാളം. ഞാൻ അത്ര കുശലാണോ എങ്കിൽ വെട്ടടോ. മുറത്ത് അലിയാർ തടുത്തുകൊണ്ട് പറഞ്ഞു, പോരല്ല മുറേ, ഒരു സർവസേനാധിപന്റെ പോരല്ലെന്ന് പറഞ്ഞ് അലിയാർ വീശി പിന്നെ ചാഞ്ഞു ചെരിഞ്ഞത വെട്ടി. വീശി പിന്നെ ചാഞ്ഞു ചെരിഞ്ഞത വെട്ടി. ദുൽദുൽ കുതിരപ്പുറത്തിരുന്നലിയാരും ഉശിരോടെ പടയും നയിച്ചിടുന്നേ, ഉശിരോടെ പടയും നയിച്ചിടുന്നേ. ചിരിയടുക്കുന്നു ഹൈദർ പുലിയാലി രാജന്റെ അടുത്തേക്ക്, അതാ കോപത്താൽ മുന്നോട്ട്, കേമത്താൽ കയ്യിൽ പടവാളുമേന്തി മുറഹിബിൻ ചാരത്ത്, മുത്ത് അലിയാർ സമീപത്ത്. മർവാന്റെ തല തെറിച്ച് നേരിട്ട് വീണു. യുദ്ധം തുടരുന്നു. ശേഷം ഖൈബർ കോട്ടയുടെ അടുത്ത് പോയി അലിയാർ ഒരു വിളിയുണ്ട്, എടാ മുറഹിബ, നീ ഒരു വാപ്പാക്കി പിറന്ന മറകാണിൽ വാടാ, നിനക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ, ഇസ്ലാമിനെ തകർക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ മുറഹിബ. അതേ പ്രിയമുള്ളവരെ, ജീവൻ മരണ പോരാട്ടത്തിന്റെ അവസാന സീമകൾക്ക് ഖൈബർ കാതോർത്തു. ഇരുവരും നേർക്ക് നേർ
ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ചങ്കുറപ്പോടെ നിൽക്കുന്ന അലിയാർക്ക് നേരെ മുറഹിബിന്റെ ഒരു വെട്ട്. അലിയാർ തടുത്തു, അലിയാർ തിരിച്ചൊരു വെട്ട്. മുറഹിബ് തടുത്തു. യുദ്ധം അവിടെ കൊടുമ്പിരി കണ്ടു. തക്ബീറും പ്രാർത്ഥനയുമായി മുസ്ലിം സൈന്യം മറുഭാഗത്ത്. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ മുറഹിബ് മെല്ലെ 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 പിറകോട്ട് പോകാൻ തുടങ്ങി. പിറകോട്ട് പോകുന്ന മുറഹിബിന്റെ കണ്ണിലുള്ള കൃഷ്ണമണിയുടെ അലിയാറെ ചതി മനസ്സിലാക്കി. തന്നെ കൊല്ലാൻ പിറകിൽ ആൾ വരുന്നുണ്ടെന്ന് ഈ സമയം മുറഹിബ് ഒരു വെട്ടി. അലിയാർ തടുത്ത് തിരിച്ച് മുറഹിബിനെ വെട്ടാൻ നിന്നാൽ പിന്നിൽ വരുന്നവൻ തന്റെ തലയേറുന്നവനെ മനസ്സിലാക്കി അലിയാർ മുറഹിബിനെ വെട്ടി മാറിക്കൊണ്ട് പിന്നിലേക്ക് ഒരാഴ്ച വെട്ട്. അവന്റെ കഥ കഴിച്ചു. ഈ സമയത്ത് മുറഹിബ് വീണ്ടും വെട്ടി. അലിയാർ തടുത്തു. എന്നാൽ അലിയാറിന്റെ പരിചയ തകർന്ന് തരിപ്പണമായി പോയി. പരിചയമില്ലാത്ത അലിയാറെ ഒരു വെട്ടിയാൽ മരിക്കുമെന്ന് ഉറപ്പായ മുറഹിബ് രാജാവ് സന്തോഷിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം അലിയാർ ഖൈബർ കോട്ടയുടെ കവാടത്തിനടുത്തേക്ക് പാഞ്ഞെടുത്തു. അവിടെ നിന്ന് മുറഹിബിന്റെ അടുത്ത് വെട്ടി വരുന്നതിന് മുമ്പേ ഖൈബർ കോട്ടയുടെ ഇരുമ്പിന്റെ കവാടം പിടിച്ച അലിയാർ 40 പേരൊട്ടാൽ പൊന്തിടുന്ന നാൾക്കുനാൾ പട്ടാളം നിന്നിടുന്ന കോട്ട കവാടം പരിചയാക്കി. കേട്ടോളൂ നിങ്ങൾ അലിയിൽ ശക്തി. കോട്ട കവാടം പരിചയാക്കി. കേട്ടോളൂ നിങ്ങൾ അലിയിൽ ശക്തി. 40 പട്ടാളം കൂടിയാൽ പൊങ്ങാത്ത ഖൈബർ കോട്ടയുടെ ഇരുമ്പിന്റെ കവാടം പിടിച്ച് അലിയാർ മുറഹിബിന്റെ വെട്ടിത്തടുത്തു. ശേഷം മുറഹിബിന് നേരെ അതേ കവാടം തള്ളിവിട്ടു. കവാടത്തിനടിയിലായ മുറഹിബിനെ കണ്ട യുദ്ധപ്പെടാൻ ഒന്നിറങ്ങേറി വന്നു. ഇത് കണ്ട മുസ്ലിം സൈന്യം അവർക്ക് നേരെ പാഞ്ഞെടുത്തു. കൊടുമ്പിരി കണ്ട യുദ്ധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അലിയാർ തന്റെ ദുൽദൽ കുതിലിനെ ചാട്ടിയിറങ്ങി. ദുൽഫുകാർ വാൾ വീശി മുറഹിബ് രാജാവിനെ ഒരൊറ്റ വെട്ട്. ബിസ്മില്ലാഹ്. ദുൽദുൽ കുതിര ടക്ക് ടക്ക് താളത്തിൽ ചീറി പായലും ദുൽഫുകാർ വീശി ഹൈദറും ജൽജൽ വരൂത്തി പോർനിലം. ദുൽദുൽ കുതിര ടക്ക് ടക്ക് താളത്തിൽ ചീറി പായലും ദുൽഫുകാർ വീശി ഹൈദറും ജൽജൽ വരൂത്തി പോർനിലം. ദുൽഫുകാർ വീശി ഹൈദറും ജൽജൽ വരൂത്തി പോർനിലം. മനസമിൽ സന്താപമേ ഹൈദറെന്നുള്ള സ്ഥാനമേ. മനസമിൽ സന്താപമേ ഹൈദറെന്നുള്ള സ്ഥാനമേ. മങ്കീശ പൊങ്കും ധീരരെ ഖൈബർ പോരാളി വീരരെ. മങ്കീശ പൊങ്കും ധീരരെ ഖൈബർ പോരാളി വീരരെ. ദുൽദുൽ കുതിര ദുൽദുൽ കുതിര ദുൽദുൽ കുതിര ടക് 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 താളത്തിൽ ചീറിപ്പായലും ദുൽഫുകാർ വീശി ഹൈദറും ജൽജൽ വരൂത്തി പോർനിലം. ദുൽഫുകാർ വീശി ഹൈദറും ജൽജൽ വരൂത്തി പോർനിലം. ദുൽഫുകാർ വീശി ഹൈദറും ഖന്തഖും പിടിച്ചെടുത്ത ഇസ്ലാമിക ചരിത്രത്തിലെ മറ്റൊരു അധ്യായമായി ഖൈബർ യുദ്ധം. അതേ പ്രിയനോലെ ഒരു രാജ്യത്തെ തന്റെ കൈപ്പിടികൊണ്ട് തന്റെ കയ്യൊക്കെ കൊണ്ട് അല്ലാഹു തനിക്ക് നൽകിയ തൗഫീഖ് കൊണ്ട് തകർത്ത് ഇസ്ലാമിന് വിജയം നൽകിയ മഹാനായ അയ്യൂബ് നബി താലിബിനെ ഖൈബറിലെ പുള്ളിക്കുട്ടി എന്ന നാമത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ കഥയുടെ അവസാനിപ്പിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.